മക്കളില്ലാത്ത ഒരാളെ കണ്ടാൽ നമ്മൾ ആദ്യം ചോദിക്കുക എന്താ? ഞാൻ പറയണ്ടല്ലോ, അവരേറ്റവും ഇഷ്ടപ്പെടാത്ത ചോദ്യമാണത്. അവരൊരിക്കലും ഇഷ്ടപ്പെടാത്തൊരു ചോദ്യം. കുട്ടി മരിച്ചൊരു വാപ്പനെ ഉമ്മനെ കണ്ടാൽ നമ്മൾ ആദ്യം എന്താ ചോദിക്കുക? നമ്മൾ ഒരിക്കലും ഓർമ്മപ്പെടുത്താൻ പാടില്ലാത്തൊരു പേരാണത്. എനിക്കറിയാം, 26-ാമത്തെ വയസ്സിലാണ് എൻ്റെ ഒരു ഇക്കാക്ക മരിച്ചത്. അവന് പുതിയാപ്പിളായിട്ട് ഇറങ്ങേണ്ട ഏകദേശ സമയത്താണ് അവന്റെ മയ്യത്ത് ഇറക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന കുറെ ആളുകളുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഉപ്പാനോടും ഉമ്മനോടും അവരത് പറയാതിരിക്കട്ടെ, ഓന്റെ പേര് പറയാതിരിക്കട്ടെ എന്നാ. ഇവരതന്നെ കൃത്യമായി പറയാനാ വന്നത്. മുറിവില് തൊട്ടാല് അത് ഉണങ്ങൂല. നമുക്കൊരു മുറിവുണ്ട്, അതിലിങ്ങനെ തൊട്ടുകൊണ്ടിരുന്നാൽ അത് ഉണങ്ങുമോ? അതുകൊണ്ട് വേറൊരാളെ മുറിവിലും പോയിട്ട് തൊടരുത്, അത് ഉണങ്ങിക്കോട്ടെ. തടിയുള്ള ഒരാളോട് തടിയെ കുറിച്ച് ഒരിക്കലും സംസാരിക്കരുത്. അവരൊരിക്കലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണത്. തടി ഇല്ലാത്ത ഒരാളോട് തടിയില്ലാത്ത കാര്യം സംസാരിക്കരുത്. വേറെന്തൊക്കെ പറയണ്ട ഈ ഭൂമിയിൽ? ഒന്നും പറയാനില്ലെങ്കിൽ മിണ്ടണ്ട. ഒരാളെ നോവിക്കരുത്. കടലിലേക്കൊരു കല്ലെറിയുന്നത് പോലെയാണ് ഒരു മനുഷ്യനെ നോവിക്കുക എന്ന് പറയുന്നത്. കടലിലേക്ക് കല്ലെറിയുക എന്നുള്ളത് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എത്ര ആഴങ്ങളിലേക്കാണത് പോകുന്നതെന്നോ എത്ര കാലമാണത് അവിടെ നിൽക്കുക എന്നോ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. കല്ലെറിഞ്ഞ നമ്മൾ അവിടെ നിന്ന് പോയി, നമ്മൾ വേറെ കല്ലെറിയാൻ പോയിട്ടുണ്ടോ? കല്ലെറിഞ്ഞ കാര്യം പോലും നമ്മൾ മറന്നിട്ടുണ്ടാവും. പക്ഷെ ആ കല്ലവിടെ കിടക്കും. കടലിലേക്ക് കല്ലെറിയുന്നത് പോലെയാണ് മനുഷ്യനെ വേദനിപ്പിക്കുന്നത്. ആ കല്ലവിടെ കിടക്കും. അതുകൊണ്ട് എന്ത് പറയരുത് എന്നാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. എന്തൊക്കെ പറയാന്നുള്ളതല്ല. ഞാനൊരാളെ കാണുമ്പോഴേ അയാളോട് എന്തൊക്കെ സംസാരിക്കരുത് എന്നാണ് പിന്നെ ആലോചിക്കേണ്ടത്. ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം. ഇവിടെ അത്രയും ഉമ്മമാരിയ്ക്കുന്നല്ലേ. അതെന്തോ ആവട്ടെ, ഓരോരുത്തർക്കും ഓരോന്നും ഇരിക്കും. ആരെങ്കിലും കാണുന്നതാണോ, ആരോടെങ്കിലും വർത്തമാനം പറയുന്നതാണോ, ആരെങ്കിലും പോയിട്ട് കാണുന്നതാണോ, എന്തെങ്കിലും വായിക്കുന്നതാണോ, എന്തെങ്കിലും കേൾക്കുന്നതാണോ, എന്താ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയാണ്. 1/2 മണിക്കൂറെങ്കിലും നിങ്ങൾ സമയം കണ്ടെത്തണോ? ഏതൊരു പുരുഷന്റെയും വിജയത്തിന്റെ പിന്നിൽ ആരുണ്ടാവുക? ഏതൊരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാവും അല്ലേ? എന്നാൽ ഏതൊരു സ്ത്രീയുടെയും വിജയത്തിന്റെ പിന്നിലോ അവൾ തന്നെ ആയിരിക്കും കേട്ടോ. അവളുടെ ചങ്കൂറ്റമുള്ള നിലപാടുകളായിരിക്കും, അവളുടെ ധീരമായ കാൽവെപ്പുകളായിരിക്കും, അവളുടെ അടിയുറച്ച അഭിപ്രായങ്ങളായിരിക്കും. നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമുണ്ട്, ഏതാണെന്നറിയോ? പിന്നെ ഹസ്രത്ത് ആയിഷ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? സയ്യിദ് സുലൈമാൻ നദിയുടെ ഗംഭീരമായൊരു പുസ്തകമാണ്. നമ്മൾ ആയിഷ ബീവി എന്നിങ്ങനെ പറയില്ലേ? അവരാരായിരുന്നു എന്ന് അറിയണമെങ്കിൽ ആ പുസ്തകം വായിക്കണം. 1000കണക്കിന് ആൾക്കാരുടെ ടീച്ചറായിരുന്നു. 2000-ഓളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആളാ. ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ തന്നെ വെറുതെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നബി അത് എപ്പോൾ പറഞ്ഞു, ആരോട് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, ഏത് വാക്ക് ഉപയോഗിച്ച് പറഞ്ഞു, ഇതൊക്കെ